മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് ഏത് രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മൾ പഠിച്ചു. കന്യകാജനനത്തിൽ തുടങ്ങി അവൻ്റെ ജീവിതത്തിലുള്ള സ്നാനത്തിൽ, അതുപോലെ അഭിഷേകത്തിൽ, അവൻ്റെ ജീവിതത്തിൽ മുഴുവനായിട്ടും ആത്മാവിനാൽ നിറഞ്ഞുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഉള്ളത്. ആത്മാവിനാൽ നയിക്കപ്പെട്ടു, ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടു. ഈവൻ മരണത്തിൽ പോലും പുനരുത്ഥാനത്തിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ റോള് ഉണ്ടായിരുന്നു എന്ന് നമ്മളെ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജനറലായിട്ടുള്ള ഈ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചെങ്കിൽ ഇനിയും നമ്മൾ വിശ്വാസികളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ റോള് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കുന്നത്. ബിലീവേഴ്സ്, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം ജനറലി നമ്മൾ പറയുന്ന പോലെ തന്നെ ഇവരുടെ ജീവിതത്തിലും യോഹന്നാൻ 16:8 പാപത്തെക്കുറിച്ചുള്ള വലിയ ബോധം പരിശുദ്ധാത്മാവ് വരുത്തുന്നതായി കാണും. പാപത്തെക്കുറിച്ചുള്ള ബോധം എന്ന് പറഞ്ഞാൽ അവൻ്റെ പാപാവസ്ഥ, അത് വീണ്ടും ജനനം പ്രാപിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ മാത്രമല്ല, അതിന് ശേഷവും പാപത്തെക്കുറിച്ചുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് വരുത്തും. അവൻ്റെ പാപത്തിൻ്റെ കാരണം എന്താണ്? അവിശ്വാസം മൂലമാണ്. അവിശ്വാസം വരുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ പ്രോമിസസ് അല്ലെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാതിരിക്കുന്നതിലാണ് അവിശ്വാസം വരുന്നത്. അത് വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരുവാനായിട്ട്, കൂടുതലത് വളരുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അത് പ്രത്യേകിച്ചും നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് തരും. അതുപോലെ തന്നെ നീതിയെക്കുറിച്ച് ക്രിസ്തു പിതാവിൻ്റെ അടുത്തേക്ക് കയറിപ്പോയതിനാൽ അവൻ്റെ നീതിയെക്കുറിച്ച് മനുഷ്യനെ ബോധം വരുത്തുന്നു എന്ന് 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അന്നേരം നീതിയെക്കുറിച്ചുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അതുപോലെ ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യവും പരിശുദ്ധാത്മാവ് തരും. സാത്താൻ്റെ പ്രവർത്തനങ്ങൾ, സാത്താൻ എപ്പോഴും കള്ളം പറഞ്ഞ് നമ്മളെ തെറ്റിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതകളുള്ള സാഹചര്യങ്ങളിലെല്ലാം തന്നെ ന്യായവിധിയെക്കുറിച്ചും അതുപോലെ പ്രതിഫലത്തെക്കുറിച്ചും നമ്മളോട് പരിശുദ്ധാത്മാവ് കൺവിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും നമ്മൾ വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. സാത്താന് ജനസിസ് ചാപ്റ്റർ 3 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ, ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ശരിക്കും സാത്താൻ ന്യായം വിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാൽ വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് ആത്മാവ് ബോധം വരുത്തുകയാണ്. സാത്താന് ന്യായം വിധി ആദ്യം തന്നെ അവിടെ പറഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ ഏറ്റെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാത്താൻ്റെ ന്യായവിധി അവിടെ വന്നു കഴിഞ്ഞു. അത് കാലത്തിൻ്റെ തികവെങ്കിൽ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിന് ശേഷം യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ച് സാത്താനിൽ നിന്ന് ജയം നമുക്ക് നേടിത്തന്നു എന്നുള്ളതാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: വാഴ്ചകളും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഈ പരസ്യമായ കാഴ്ചയാക്കി എന്നൊക്കെ പറയുന്ന ഒരു ശരിക്കും യുദ്ധത്തിൻ്റെ തടവുകാരെ കൊണ്ടുവന്ന് ആ തെരുവിൽ കൂടി നടത്തുമ്പോഴുള്ള ആ ഒരു പ്രൊസഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്യപ്പെടുകയാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂശിൽ മേൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി, ട്രയംപിങ് ഓവർ ദം, അത് ഓപ്പണായിട്ടത് കാണിക്കപ്പെടുകയാണ്. ജയിച്ചു അല്ലെങ്കിൽ ജയോത്സവം നമുക്ക് കിട്ടി എന്നുള്ള ഓപ്പണായിട്ട് കാണിക്കുകയാണ്. അതിൽ ആ രീതിയിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വി ആർ ഓൾവേസ് വിക്ടോറിയസ്, നമ്മൾ എപ്പോഴും ജയാളിയാണ് എന്ന് ഉറപ്പിച്ച് ഡിക്ലെയർ ചെയ്യാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്നും സാത്താനിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മൾ ജയാളിയാണ് എന്ന് പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും അത് തിരിച്ചറിഞ്ഞ് നമ്മളെ ജയാളിയാക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് എന്ന് ഉള്ള ബോധം ഓരോ വിശ്വാസിയുടെ ഉള്ളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്, പാപബോധം വരുത്തുന്നതിനെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വീണ്ടും ജനിപ്പിക്കുന്നു എന്നുള്ളത്, റീജനറേഷൻ.
വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതും ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന പ്രക്രിയ അത് പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. ഇത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു സ്പെഷ്യൽ പ്രവർത്തനമാണ്. അതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഒരു ഗ്രാജുവൽ പ്രോസസ്സ് അല്ല, ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രവർത്തനമാണ്. യോഹന്നാൻ 3:5 നിക്കോദിമോസുമായിട്ട് പറയുന്ന ഒരു വാക്യം നമ്മൾ നേരത്തെയൊക്കെ ഡിസ്കസ് ചെയ്താണ്. വെള്ളത്താലോ ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല. അവിടെ വാട്ടർ ആൻഡ് സ്പിരിറ്റ്, ആത്മാവ് ആണ് മനുഷ്യനെ വീണ്ടും ജനിപ്പിക്കുന്നത് എന്നുള്ള ഒരു ഭാഗം അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അധിക സമയം ഇനിയും അതിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് വീണ്ടും അതിനകത്ത് അത്രയും സമയം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. തീത്തോസ് 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ നാം ചെയ്ത നീതിപ്രവൃത്തികളല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജന്മ സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാലാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് എന്നുള്ളത് വീണ്ടും അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. ചില ആളുകൾ പറയും നമ്മൾ അനുഭവങ്ങൾ, എക്സ്പീരിയൻസസ് വഴിയൊക്കെയാണ് ഇങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നത്. അങ്ങനെയല്ല. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി കർത്താവിലേക്ക് നടത്തുന്നത്. ഒരുവൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നിരിക്കുന്നു എന്നുള്ളത്. അത് പുതിയ ജീവൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് മറന്നു പോരുത്. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ? ഡോണ്ട് യു നോ? നിങ്ങൾക്ക് അറിയത്തില്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്ന്? അതുമാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന്. 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ഈ ദൈവത്തിൻ്റെ മന്ദിരം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. സാധാരണ മന്ദിരം എന്നൊക്കെ പറയുന്ന ഒരു ബിൽഡിംഗ് ആണ് എന്നൊക്കെ. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ മന്ദിരം എന്നിവിടെ പറയുന്നത് നിങ്ങളുടെ ശരീരമാണ്. നിങ്ങളുടെ ശരീരത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നതിനാൽ ഈ ശരീരം അല്ലെങ്കിൽ ഈ മന്ദിരം വിശുദ്ധമാണ് എന്നുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് വസിക്കുന്നത്, അത് വിശുദ്ധമാണ്. അതുകൊണ്ട് അതിനെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. ഇറ്റ് ഈസ് എ ഫാക്റ്റ്. അത് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറിഞ്ഞു. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഏത് രീതിയിലാണ് അതിനോട് പ്രതികരിക്കേണ്ടത്? ദൈവത്തിൻ്റെ ഇച്ഛ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹം, അതിൻ്റെ ഡിസയർ, അത് ചെയ്തു തീർക്കുവാനായിരിക്കണം നിങ്ങളുടെ ശരീരം. അതനുസരിച്ചാണ് മുമ്പോട്ട് പ്രോഗ്രസ് ചെയ്യേണ്ടത്. ഗലാത്യർ 5:16 ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ആത്മാവിനെ നമ്മൾ അനുസരിച്ച് നടന്നാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. നേരത്തെ 2-3 എപ്പിസോഡിൽ ജഡത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ജഡവും ആത്മാവും തമ്മിൽ എപ്പോഴും പോര് നടക്കുകയാണ്. ജഡത്തിൻ്റെ ഇച്ഛാശക്തി, അതിൽ നിന്ന് വിഭിന്നമാണ് ആത്മാവിൻ്റെ നടപ്പ്. അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കുകയില്ല എന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതൽ നമ്മൾ എടുത്ത് നോക്കിയാൽ കാണുന്നത്, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് ജഡവും അതുപോലെ ആത്മാവും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, വിശ്വാസികളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ആത്മാവിൽ നടക്കണം എന്നുള്ളതാണ്. ബൈബിളിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ലോസ് ഉണ്ട്. ഇവിടെ 2-ാം വാക്യത്തിൽ പറയുന്ന ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നു.
ഇവിടെ ജീവൻ്റെ പ്രമാണത്തെക്കുറിച്ച് പറയുന്നു. ബൈബിളിലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോസ് ഉണ്ട്. നിങ്ങളത് നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. അതിനെക്കുറിച്ച് ഇപ്പോഴേ അതിൻ്റെ ഡീറ്റെയിലായിട്ട് പറയാനായിട്ടുള്ള സമയമില്ലല്ലോ, അതുകൊണ്ട് അത് ഡീറ്റെയിലായിട്ട് പറയുന്നില്ല. ഒന്നാമത്തെ ലോ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് മോസസ്. അത് 1 കൊരിന്ത്യർ 9:9 പറയുന്നു. നിങ്ങൾ നോട്ട്ബുക്കുള്ളവർ അത് എഴുതി വെക്കുക. ലോ ഓഫ് മോസസ് 1 കൊരിന്ത്യർ 9:9 പറയുന്നു. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് മൈൻഡ്, റോമൻസ് 7:23 പറയുന്നു. മൂന്നാമത് ലോ ഓഫ് സിൻ, പാപത്തിൻ്റെ ഒരു നിയമം, റോമർ 7:25 പറയുന്നു. നാലാമത്തെ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്, റോമർ 8:2, ആത്മാവിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണം, ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്. അഞ്ചാമത്തെ ലോ ഓഫ് സ്പിരിറ്റ്, റോമർ 8:2 പറയുന്നു. അതിപ്പോഴും വായിച്ച ഭാഗമാണ്, ആ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ആറാമത്തെ ലോ ഓഫ് ക്രൈസ്റ്റ്, ഗലാത്യർ 6:2 പറയുന്നു. അന്നേരം ഈ രീതിയിൽ 6 പ്രമാണങ്ങളെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ പറയുന്നുണ്ട്. ലോ ഓഫ് മോസസ്, ലോ ഓഫ് മൈൻഡ്, ലോ ഓഫ് സിൻ, ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്, ലോ ഓഫ് സ്പിരിറ്റ് ആൻഡ് ലോ ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ വരുമ്പോഴത്തേക്ക് ഒരു പ്രമാണവുമില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. പഴയ നിയമത്തിൽ ന്യായപ്രമാണമുണ്ട്, പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒരു പ്രമാണവും ഇല്ല എന്ന് ചിന്തിക്കരുത്. ഇത്രയും പ്രമാണങ്ങൾ നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നതാണ്. സോ പ്രമാണം എന്ന് പറയുന്നത് ലോ ഓഫ് സ്പിരിറ്റ് ആൻഡ് ലോ ഓഫ് ക്രൈസ്റ്റ്, അത് ലോ ഓഫ് സ്പിരിറ്റ് ആൻഡ് ലോ ഓഫ് ക്രൈസ്റ്റ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രമാണമാണ്. ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണം, ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് പാപത്തിൻ്റെയും ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണം, എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു പ്രമാണത്തിലാണ് ഞാൻ ജീവിക്കേണ്ടത്, ഞാൻ നടക്കേണ്ടത്. സോ വാക്ക് ഇൻ ദ സ്പിരിറ്റ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിച്ചത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് കാണുന്ന ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായി കാണുന്ന ഒന്ന് പാപബോധം തരുന്നു എന്നുള്ളതും വീണ്ടും ജനിപ്പിക്കുന്നു എന്നുള്ളതുമാണ്. നിങ്ങളിത് കേട്ടവരൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് എന്താ ബൈബിളിലെ വാക്യങ്ങൾ മാത്രം എടുത്തിങ്ങനെ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു എന്താ കേൾക്കുമ്പോൾ ഒരു സുഖം അല്ലെങ്കിൽ ഒരു ബോറിങ് പോലെ ചിലപ്പോൾ വന്നേക്കും എന്ന് എനിക്കും അറിയാം. എന്നാൽ ഇത് വലിയൊരു പ്രിൻസിപ്പിളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഡെയിലി നമ്മുടെ ജീവിതങ്ങളിലെ പാപത്തിലേക്ക് വീഴുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ നീ പോകുന്ന വഴിയിലെല്ലാം നീ വീണ്ടും ജനിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നതിനാൽ നീ വീണ്ടും ജനിച്ച വ്യക്തിയാണ്, നിനക്ക് പറ്റിയതല്ല എന്നുള്ളത് നമ്മളോട് പറഞ്ഞു തരുന്ന ദൈവത്തിൻ്റെ ഒരു ആത്മാവ്, നമ്മളെ പുതിയ സൃഷ്ടിയായി കണ്ടിന്യൂ ചെയ്യിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ആത്മാവ്. തീർച്ചയായും അത് വലിയൊരു റോള് ആത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് തുടർന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങളിത് കേൾക്കണം, ഇത് ഡെയിലി ഇത് ശ്രദ്ധിക്കണം. രാത്രി 9 തൊട്ട് 10 വരെ നിങ്ങളുടെ മുമ്പിൽ ഇത് വരുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ എന്നോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഈ പ്രാർത്ഥനകൾ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു വിടുതൽ, ഒരു വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരും. ഇത് നമുക്ക് അതിന് കാരണമായി തീരട്ടെ. അതുപോലെ ഈ ചാനൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യും, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. വാട്സാപ്പിനകത്ത് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയക്കുകയും ചെയ്യണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ആത്മാവ് എത്ര വലിയ പ്രാധാന്യമുള്ളതാണ് അവരുടെ ജീവിതത്തിൽ എന്ന് ഞങ്ങളെ ചിന്തിക്കാനായിട്ട് ഇടവരുത്തുന്നു. അതോർത്ത് എന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന നിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഡെയിലി ദൈവസന്നിധിയിലുള്ള നടത്തയിൽ, ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോഴേ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് എത്ര കർത്താവെ നല്ല തുണയായി ഞങ്ങളോട് സഹായിക്കുന്ന ഒന്നാവുന്നു എന്ന് ഞങ്ങൾ ഓർത്ത് എന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദിനംപ്രതിയുള്ള ഞങ്ങളുടെ ജീവിതങ്ങളിലെ കർത്താവെ
സത്യത്തിലേക്ക് ഞങ്ങളെ നടത്തി തെറ്റില്ലാതെ ഞങ്ങളെ നടത്തുന്ന നിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിനായിട്ട് സ്തോത്രം. പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തി ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായിട്ട് നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ കർത്താവെ ഇന്ന് ചില പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നു. അവിടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കർത്താവെ ശരീരത്തിൽ ഉള്ള ചില വ്യഥകൾ ഇന്ന് അവിടെ കർത്താവെ നീ അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മെഡിക്കൽ സയൻസ് ഉപേക്ഷിക്കപ്പെട്ട ചില ക്യാൻസറുകൾ, ഇനിയും രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് അതൊന്ന് കൊടുക്കുവാനായിട്ട് ഇന്ന് രാത്രികാലം കർത്താവെ അവരെ ഇടവരുത്തണമേ. ദൈവമല്ലാതെ വിടുവിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഈ പ്രാർത്ഥന കർത്താവെ നീ കേൾക്കണമേ എന്ന് നിന്നോട് അപേക്ഷിക്കുന്നു. തീർച്ചയായും അവരോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു റിലീസ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഓർത്ത് സ്തോത്രം കർത്താവെ. ക്യാൻസറസുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ ഈ തരണത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയൊരു റിലീസ് ഇന്ന് രാത്രികാലം അവരുടെ ജീവിതത്തിൽ വന്നു ചേരണം. ഏത് രീതിയിലാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കർത്താവെ, എന്നാൽ ഞങ്ങളുടെ ദൈവം വലിയ വിടുതൽ തരാനായിട്ട് മതിയായിട്ടുള്ള ദൈവമായിട്ട് സ്തോത്രം. അവനെ ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ വ്യക്തിത്വങ്ങളിലെല്ലാം വലിയ കർത്താവെ നന്മകൾ, അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കേട്ടവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇത് വാച്ച് ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.